പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ, പ്രേക്ഷകരെ, സ്നേഹിതന്മാരെ, സംഭവബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അതിശക്തമായ മഴ സ്ഥാനം പിടിച്ചതോടുകൂടി ജനജീവിതം തന്നെ സ്തംഭിക്കുകയും വിറങ്ങലിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിരവധി ജില്ലകളിൽ ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ആഴ്ച തന്നെ ഈ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഈ ആഴ്ചയും വളരെ കഠിനമായ മഴ പലയിടത്തും പെയ്തതിന്റെ ഫലമായി ആളുകളെ കാണാതാവുക, കൃഷികൾ നശിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വീണ്ടും നമുക്ക് വലിയ വേദനകളുണ്ടായി. വിഴിഞ്ഞത്തു നിന്നും അതുപോലെ തന്നെ മുതലപ്പുഴയിൽ നിന്നും കാണാതായ 2 പേരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. കൊല്ലത്തു നിന്നും ആളുകളെ കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ഒരിക്കലും നടത്താത്ത തരത്തിൽ എന്ന് തന്നെ പറയാം. 82 മണിക്കൂർ ആകാശത്തു നിന്ന് ഏരിയൽ സർവേ നടത്തുകയുണ്ടായി. നേവിയെയും നേവിയുടെ സ്കൂബ ഡൈവേഴ്സിനെയും നമ്മൾ എത്തിച്ചു. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2 പേരെ ഇനിയും കിട്ടിയിട്ടില്ല. മുതലപ്പുഴ വളരെ സംഘർഷഭരിതമായത് നിങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഞാനാണ് മന്ത്രിസഭാംഗം എന്ന നിലയ്ക്ക് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ വളരെ കരളലിയിക്കുന്ന കഥകളാണ് കേട്ടത്. അവിടെ നിന്നും കാണാതായി ഇനിയും കണ്ടുകിട്ടിയില്ലാത്ത ഷിജിൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 20 വർഷം മുൻപ്, അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഇലക്ട്രിക് കമ്പി പൊട്ടിക്കിടന്ന് ഷോക്കടിച്ച് മരിച്ചതിന്റെ ഫലമായി നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സ്റ്റെഫിനാണ് വളരെ ശക്തമായ ഭാഷയിൽ ഗവൺമെന്റിനെ വിമർശിക്കുകയും അവരുടെ വികാരങ്ങൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിൽ യാതൊരു തെറ്റുമില്ല. പ്രക്ഷുബ്ധമായ കടലിൽ അന്വേഷണം നടത്തുക എന്നത് വളരെ പ്രയാസകരമാണെങ്കിലും തന്റെ പ്രിയതമനെ കാത്തിരിക്കുകയാണ് ആ ചെറുപ്പക്കാരി. 24 വയസ്സാണ് പ്രായം. 2 കുട്ടികളുണ്ട്. അതിൽ മൂത്ത മകന് ഹൃദയ സംബന്ധമായ ചില ചികിത്സകൾ അനിവാര്യമാണ്. ഇത്തരത്തിൽ തന്റെ ജീവിതത്തെ പിടിച്ചുലച്ച ആ വിഷയത്തിൽ ഗവൺമെന്റ് വേണ്ട തരത്തിൽ ഇടപെട്ടില്ല എന്ന ആ യുവതിയായ അമ്മയുടെ വികാരങ്ങൾ ഗവൺമെന്റ് മനസ്സിലാക്കി. തുടർന്നുള്ള അന്വേഷണങ്ങൾ ശക്തമാക്കാം എന്ന് 5 തെങ്ങ് പള്ളിമേടയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ കൌൺസിൽ അംഗങ്ങളോടും മത്സ്യത്തൊഴിലാളി നേതാക്കളോടും സംസാരിച്ചു. വളരെ സത്യസന്ധമായ തരത്തിലാണ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവിടെ കൂടിയിരുന്ന പുരോഹിതനടക്കമുള്ള ഫാദർ സന്തോഷ് അടക്കമുള്ള ആളുകൾ എന്റെയും ഡെപ്യൂട്ടി കളക്ടറുടെയും ഫിഷറീസ് ഡയറക്ടറുടെയും ഫിഷറീസിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ ഉദ്യോഗസ്ഥയുടെയും സാന്നിധ്യത്തിൽ ഒരു സമരാന്തരീക്ഷം തൽക്കാലം നിർത്തിവെക്കുവാനും തെരച്ചിൽ തുടരാനും തീരുമാനിച്ചത്. 2 ദിവസമായി വീണ്ടും നേവിയുടെ അടക്കം സഹായത്തോടു കൂടി തെരച്ചിൽ നടത്തുകയാണ്. പക്ഷെ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും നമുക്ക് ആ ശ്രമം തുടരേണ്ടതായിട്ടുണ്ട്. നാളെ കാലത്ത് 6:45 വീണ്ടും സ്കൂബ ഡൈവർമാരും നേവിയുടെ എക്സ്പെർട്ടുകളുമൊക്കെ അവിടുത്തെ
പ്രത്യേക അന്തരീക്ഷത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള മരണപ്പൊഴികളിൽ മനുഷ്യർ നഷ്ടപ്പെട്ടാൽ എന്താണ് സമൂഹവും ഗവൺമെന്റും ചെയ്യേണ്ടത് എന്ന കാര്യം വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കടൽക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് കിട്ടിയാൽ എങ്ങനെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കടൽക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ കടലിൽ പോകരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും കടൽക്ഷോഭമുള്ള കാലഘട്ടത്തിൽ വള്ളം മറഞ്ഞാൽ പോലും മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കാനുള്ള ചില ഫ്ലോട്ടുകൾ അല്ലെങ്കിൽ ചില ജാക്കറ്റുകൾ ധരിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൃത്യമായ അറിവുകൾ അത് എഞ്ചിനീയർമാർ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന ഒരു വിമർശനം നമ്മൾ ചെവിക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മുതലപ്പൊഴിയിൽ ഒരു ലാൻഡിംഗ് സെന്റർ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ കരയ്ക്ക് നീന്തി വരുന്നവരാണ് മറിയുന്നത്. വിഴിഞ്ഞത്തും മറ്റുമുണ്ടായത് കടലിനകത്ത് പോയി, ആഴക്കടലിലേക്ക് പോയി ഇടയ്ക്ക് വെച്ച് കാറ്റിലും കോളിലും പെട്ടുമുള്ള മരണമാണെങ്കിൽ മുതലപ്പൊഴിയിൽ അതല്ല. മുതലപ്പൊഴിയിൽ അവർ തുഴഞ്ഞടുത്ത് വരുമ്പോൾ പെട്ടെന്ന് തീരത്തിനടുത്ത് വെച്ച് തിരയടിച്ച് അവർ വീണ്ടും കടലിലേക്ക് താഴ്ന്നു പോകുന്ന സ്ഥിതിയാണ്. മുതലപ്പൊഴിയുടെ നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള പിശകുകൾ, മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്ന പിശകുകൾ തിരുത്തുവാൻ സർക്കാർ വിദഗ്ധന്മാരുടെ സഹായം തേടുന്നുണ്ട്. ഈ കാര്യത്തിൽ തിരുവനന്തപുരം രൂപത, ലത്തീൻ രൂപത, കാത്തലിക് രൂപത, അവരിൽ ഒരുപാട് വിദഗ്ധന്മാരുണ്ട്. ഫാദർ യൂജിനെ പോലുള്ള ആളുകൾ അവരുമായി ദൈനംദിന ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആളുകൾ ഈയിടെ വന്നിരുന്നു. അത് പൂന്തറയിൽ ഒരു ലാൻഡിംഗ് സെന്റർ തുടങ്ങുന്നതിന് വേണ്ടിയാണ്. അത്തരം വിദഗ്ധന്മാരുമായി വിശദമായ ചർച്ചകൾ നടത്തിയിട്ടല്ലാതെ ആ വിദഗ്ധന്മാരോട് മത്സ്യത്തൊഴിലാളികളുടെ അറിവുകൾ, കടലറിവുകൾ കണക്കിലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇന്ന് കടൽഭിത്തി, അതുപോലെ തന്നെ ലാൻഡിംഗ് സെന്ററുകളിൽ ഇട്ടിട്ടുള്ള പുളിമുട്ടുകളെല്ലാം കരിങ്കല്ലുകളോ അല്ലെങ്കിൽ കോൺക്രീറ്റ് നിർമ്മിതികളോ ആണ്. ആളുകൾ കടലിൽ വീണ് കരയോടടുക്കാൻ വരുമ്പോൾ കടലിലേക്ക് വീണ്ടും മറിഞ്ഞ് നീന്തി തീരത്തോടടുക്കുമ്പോൾ അവർക്ക് കല്ലിൽ പിടിച്ച് കയറാൻ പറ്റില്ല. ഒരു മത്സ്യത്തൊഴിലാളി എന്നോട് പറഞ്ഞു, ഒരു കയറിട്ട് കൊടുത്താൽ ഞങ്ങൾ അതിൽ പിടിക്കുമായിരുന്നു. ശരിയാണ്. ഒരു കയറ് മാത്രമല്ല, മറ്റൊരു സാധാരണക്കാരനായ വ്യക്തി ഒരു വീഡിയോ, ഒരു ലൈഫ് ബോയ്, നമ്മുടെ വട്ടത്തിലുള്ള പൊങ്ങിക്കിടക്കുന്ന ലൈഫ് ബോയ്, ആ ലൈഫ് ബോയ്കൾ കൂട്ടിക്കെട്ടി കടലിനടുത്ത് സ്ഥാപിച്ചാൽ അത് പിടിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കയറി വരാനായിട്ട് സാധിക്കും. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 70-75 പേരാണ് ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ അവിടെ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, വീണ്ടും മരിച്ചിരിക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു ദുരന്തമല്ല. നമുക്ക് അത് പരിഹരിക്കണം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി അതിന് പണമുണ്ടാക്കണം. നമ്മുടെ പ്ലാനിന്റെ കാര്യത്തിൽ ഗവൺമെന്റ്
ഒരു വലിയ മാറ്റം വരുത്തിയത് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ കോമ്പണന്റ് പ്ലാൻ, ട്രൈബൽ സബ് പ്ലാൻ എന്ന 2 പദ്ധതികളുണ്ട്. സ്പെഷ്യൽ പദ്ധതികൾ അഥവാ ഉപപദ്ധതികൾ. ഈ അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അസംബ്ലിയിൽ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിൽ ഒരു ഫിഷറീസ് സബ് പ്ലാൻ കൂടി ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ഇനി പ്ലാനുകളിൽ കട്ട് വന്നാൽ പോലും ആ പ്ലാൻ കട്ട് ചെയ്യുമ്പോൾ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് മാറ്റിവെച്ചിട്ടുള്ള തുക കട്ട് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുകയുണ്ടായി, ഈ തിര അടിച്ച ആളുകൾ മരിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ കോവളം MLA ആയിട്ടുള്ള വിൻസെന്റിനോടൊപ്പം ആദ്യമായിട്ട് അവിടെ എത്താൻ എനിക്ക് സാധിച്ചിരുന്നു. മാധ്യമങ്ങൾ പോലും അവിടെ ആ സമയത്ത് എത്തിയിട്ടില്ല. ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ ഷിപ്പിനോളം വരുന്ന അല്ലെങ്കിൽ വലിയ ഒരു ബോട്ട്, രക്ഷാപ്രവർത്തനത്തിന്റെ ബോട്ടിൽ ഡീസൽ നിറച്ച് മത്സ്യത്തൊഴിലാളികളെയും കൂടി വിട്ട് തെരച്ചിൽ നടത്തിയത്. അത്തരത്തിലുള്ള ബോട്ടുകൾ പോയിട്ടാണ് കാണാതായ 10 പേരിൽ 6 പേരെയും ജീവനോടുകൂടി നമ്മൾ തിരിച്ചെത്തിച്ചത്. അതുപോലെ തന്നെ എന്റെ മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നും വലിയതുറയിൽ നിന്ന് ഡസൻ കണക്കിന് ബോട്ടുകൾ പോയിരുന്നു. അവർക്ക് വാർണിംഗ് സിഗ്നൽ കൊടുക്കുകയും അവരുടെ കയ്യിലുള്ള ഒരു പ്രത്യേകതരം ഫോണുണ്ട്, ആ ഫോണിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് നഷ്ടപ്പെട്ട 24 വയസ്സുകാരിയായ ഭാര്യയെ സമാധാനിപ്പിക്കുക എന്നത് ആർക്ക് സാധിക്കുന്നൊരു കാര്യമല്ല. എന്തായാലും ഇന്നിപ്പോൾ നാം വീണ്ടും തെരച്ചിൽ നടക്കുകയാണല്ലോ. അത് എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച തീരുമാനം സാങ്കേതിക വിദഗ്ധന്മാരോട്, കടലുമായി ബന്ധപ്പെട്ട് ധാരാളമായ അറിവുള്ളവരോട് ചോദിക്കുകയും മത്സ്യത്തൊഴിലാളികളോടും കൂടെ ചോദിക്കുകയും ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായിട്ടുള്ള ഈ ഒരു അപകടം മാത്രമല്ല, അവരുടെ വീടുകളുടെ തകർച്ച. ഞാനൊരു രാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളി ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകിച്ച് ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നില്ല. UDF കാലത്തുണ്ടായിരുന്നു. കെ ബാബു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വളരെ വിദഗ്ധമായ തരത്തിൽ ആയിരക്കണക്കിന് വീടുകൾ പണിതു. പക്ഷെ അതിന്റെ റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതി കടപ്പുറത്തേക്ക് മടിച്ചാണ് എത്തിയത്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രതീക്ഷ, പ്രത്യാശ തുടങ്ങിയിട്ടുള്ള ഫ്ളാറ്റുകൾ, ആ ഫ്ളാറ്റുകൾ നല്ല ഫ്ളാറ്റുകളാണ്. കടലിനോട് 50 മീറ്റർ വരെ അകലത്തിൽ താമസിക്കുന്ന ആളുകളെ പുനർഗേഹം എന്ന പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അവരെ കുറച്ചുകൂടെ കിഴക്കോട്ട് കൊണ്ടുവന്ന് അവരുടെ അടക്കം അസമ്മതത്തോടും അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടും അവരെ സംരക്ഷിക്കുക എന്നൊരു സമീപനം ഉണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കുറച്ച് നടന്നു. പക്ഷെ അത് മാത്രം പോരാ. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ കൈയഴിച്ച് സഹായിക്കണം. ഡൽഹിയിലും രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ആണല്ലോ നമ്മുടെയൊക്കെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ നേതൃത്വം ഇരിക്കുന്നത്. അവർക്ക് കടലിനെ അറിയില്ല, എവിടെ കടലുണ്ട് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞ് ആരെയൊന്നും ഞാൻ കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കടലിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ സഹായങ്ങൾ ചെയ്യേണ്ടതാണ്. ജോർജ് കുര്യൻ മന്ത്രിയായിരുന്ന കാലത്ത് ഈ വകുപ്പാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ തീരപ്രദേശത്തെ ജനതയുമായും അവിടുത്തെ മതസംഘടനകളുമായും ഒക്കെ മതസംഘടനകളുടെ പ്രസക്തി ഇതിൽ വളരെ പ്രധാനമാണ്. സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വേണ്ടത്ര ഒരു പരിഹാരം ഉണ്ടായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇന്നും എത്രയോ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വിഷമിച്ചിരിക്കുന്ന ഷിജിന്റെ ഭാര്യയുമായി നിരവധി ആളുകൾ കളക്ടറടക്കം സംസാരിച്ചു. ഇന്നലെ ഞാൻ തന്നെ വീണ്ടും സംസാരിച്ചു. ഇനിയും നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് KSRTC ബസ് നിയന്ത്രണം വിട്ട് ബാംഗ്ലൂരിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു പോയത്. 3-4 പേർ നല്ല പരിക്കുകളോടുകൂടി ബാംഗ്ലൂരിലെ ആശുപത്രിയിലുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും നന്നായി ഒത്തിണങ്ങി പ്രവർത്തിച്ചു. കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും ശക്തമായി പ്രവർത്തിച്ചതുകൊണ്ട് പരിക്ക് പറ്റിയവർക്ക് നല്ല ചികിത്സ കൊടുത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ തൽക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 2 പേർ നമുക്ക് നഷ്ടപ്പെട്ടു. KSRTCക്ക് നഷ്ടപ്പെട്ടു. അവർക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കാനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട്. അതിലൊരാൾ താൽക്കാലിക ജീവനക്കാരനും മറ്റൊരാൾ പെർമനന്റുമാണ്. പെർമനന്റുകാരന് കിട്ടുന്ന ആനുകൂല്യത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ താൽക്കാലികക്കാർക്ക് ഇന്നത്തെ നിലയ്ക്ക് കിട്ടുള്ളൂ. പക്ഷെ അതൊന്ന് മാറ്റിയിട്ട് താൽക്കാലികമായി ഓടിച്ചിട്ടുള്ള ഡ്രൈവർക്കും നല്ലൊരു കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചില ആളുകൾ പകുതി അറിവ് വെച്ചുകൊണ്ട് ഡബിൾ ഡ്യൂട്ടിയുടെ കാര്യവും സിംഗിൾ ഡ്യൂട്ടിയുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഡ്രൈവറായിട്ട് പോയിട്ടുള്ള KSRTCയുടെ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഓപ്ഷൻ അനുസരിച്ചാണ് വണ്ടിയെടുത്തതല്ല, അതാരും നിർബന്ധിച്ചതല്ല. പക്ഷെ നിർബന്ധിച്ചാലും വണ്ടിയെടുക്കുന്നതിന് കൃത്യമായ അവിടെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. KSRTC MD പ്രമോദ് കോഴിക്കോടുണ്ട്. ഞാനും കോഴിക്കോട് എത്തി. ഇപ്പോൾ രാത്രി. നാളെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. മരിച്ച സുഹൃത്തുക്കളുടെ വീട്ടിൽ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രബലമായ യൂണിയനുകൾ INTUCയുടെയും ഡ്രൈവേഴ്സ് യൂണിയന്റെയും CITUവിന്റെയും BMSന്റെയും എല്ലാ നേതാക്കന്മാരുമായി നിരന്തരമായി സംസാരിക്കുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളുടെ അപകടവും ഞങ്ങൾ ജനിച്ചു വളർന്ന കുന്നംകുളം മണ്ഡലത്തിൽ, കുന്നംകുളത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ പോർക്കുളം എന്ന് പറയും, 2 മരണമുണ്ടായി. അവിടെയും ഞാൻ ഇന്നലെ പോയിരുന്നു. എന്തെല്ലാം നിയമങ്ങളും നിയമ നടപടികളും ഉണ്ടെങ്കിലും അമിതവേഗത്തിൽ ഓടിക്കാതിരിക്കണം എന്ന ബോധ്യത്തിന്റെ ഭാഗമായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയൂ. 10-15,000 ബസ്സുകൾ ഓടുന്ന കേരളത്തിൽ, യാത്രക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾ ഓടുന്ന കേരളത്തിൽ എല്ലാവരെയും നിയമത്തിന്റെ വടിയെടുത്ത് അടിച്ച് ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഗതാഗത സാക്ഷരത അല്ലെങ്കിൽ ഒരു റോഡ് സുരക്ഷാ സാക്ഷരത ക്യാമ്പയിൻ തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അവരുടെ പാഠപുസ്തകങ്ങൾ അത് പഠിക്കണം. നല്ല രീതിയിൽ മൗലികമായി തന്നെ അവരത് മനസ്സിലാക്കണം. റാഷ് ഡ്രൈവിംഗ് ഒരു ചീത്ത ക്യാരക്ടറാണ്, നല്ലതല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വീഡനെ പോലുള്ള രാജ്യങ്ങളിൽ നിരവധി വർഷങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചപ്പോൾ
ആക്സിഡന്റ് ഡെത്ത് ഇല്ലാതായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂറോപ്പിൽ പകുതിയിലധികമായിട്ട് കുറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് പകുതിയിലധികമായിട്ട്, പകുതിയിൽക്കാൾ കുറച്ച്, 100 എന്നുള്ളത് 50 കുറവാക്കണം. നമുക്കിപ്പോൾ 4000 മുകളിലാണ്. നമുക്ക് 2000-ലേക്കെങ്കിലും താഴ്ത്തണം. സന്താന നിയന്ത്രണവും അതുപോലെ തന്നെ ജീവിത ദൈർഘ്യം ഉണ്ടാക്കലും എല്ലാം സാധിച്ച കേരളത്തിന് ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു വർഷത്തിൽ ഏതാണ്ട് 4000 പേർ മരിക്കുന്നതും ഇല്ലാതാക്കാൻ സാധിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ പുതിയ ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നിയമ നടപടികളുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. നെസസറി ബട്ട് നോട്ട് സഫിഷ്യന്റ് എന്ന് പറയുന്നത് പോലെയാണ്. ഇടിച്ചു തകർന്ന ഒരു വണ്ടി ഇനിയൊരു മാസം ഓടരുതെന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? ഓടാനല്ലെങ്കിലും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനി മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യസഹജമായ കഴിവുകളുള്ള ആളുകളാണല്ലോ നമ്മൾ. വേറെ അതിനപ്പുറത്തുള്ള കഴിവില്ല. അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തൊരു ആക്സിഡന്റ് ആയാലും നോക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, കടൽക്ഷോഭത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും ബസ് അപകടങ്ങളുടെയും എല്ലാം നല്ലതല്ലാത്ത വാർത്തകളാണ് നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങിയാൽ എഫക്റ്റ് ആവുമെന്ന് KJ ജേക്കബ് പറയുന്നുണ്ട്. ശരിയാണ്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. പെരുമാതുറയിൽ ഡ്രഡ്ജിങ് വേണമെന്നൊരു സ്നേഹിതൻ എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. അവിടെ കടലൊഴുക്ക് അറിയാൻ കഴിഞ്ഞെങ്കിലും മണ്ണൊഴുക്ക്, കടലിനടിയിലെ മണ്ണ് ഒഴുകുന്നതിന്റെ ഡൈനാമിക്സ് എഞ്ചിനീയർമാർക്ക് മനസ്സിലായില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. സമയം വളരെ ഇരുട്ടി, രാത്രി 1 മണിയാകാൻ പോവുകയാണ്. എങ്കിലും ഈ പരിപാടി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ സംസാരിക്കുന്നത്. ഇത് ഈ സന്ദർഭത്തിൽ തന്നെ വാച്ച് ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ പറയുകയാണ്. അവർ വാച്ച് ചെയ്യുക മാത്രമല്ല, കമന്റുകൾ ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാനിന്ന് എൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് നൈറ്റ്.